ഇപ്പൊ കമന്റ് ബോക്സിലൂടെ മക്കൾ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് +2 പ്രാക്ടിക്കൽസിന്റെ ഈ വർഷത്തെ അവസ്ഥ എന്തായിരിക്കും സാർ എന്നുള്ളത്. മക്കളെ, നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് പണി പാളാൻ ചാൻസ് ഉള്ള ഒരു +2 പ്രാക്ടിക്കൽസ് ആയിട്ട് ഈ വർഷത്തെ പ്രാക്ടിക്കലിനെ നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റും. അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ആണ്. എന്താണ് ഈ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനും +2 പ്രാക്ടിക്കൽ ലാബും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ഈ ഒരു +1 ഇംപ്രൂവ്മെന്റ് എക്സാം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും +2 കൂടെയാണ്, +2 പബ്ലിക് എക്സാമിന്റെ കൂടെയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റെക്കോർഡ് എഴുതാനുണ്ടായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ +2 പ്രാക്ടിക്കൽസിന്റെ പഠിക്കാനുണ്ടായിരിക്കും, +2 എക്സാമിന്റെ പഠിക്കാനുണ്ടായിരിക്കും, ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ പഠിക്കാനുണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടായിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാനുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക്, വലിയ പ്രയാസത്തിലേക്ക് മക്കൾ പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മക്കൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യമായ സമയങ്ങളിൽ അതത് ചാപ്റ്റേഴ്സ്, അതത് കാര്യങ്ങൾ സമയത്ത് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഫിസിക്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ 14 എക്സ്പെരിമെന്റ്സ് നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എക്സ്പെരിമെന്റ്സ് ഏകദേശം 14 എക്സ്പെരിമെന്റ്സ് നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായി തന്നെ നമ്മൾ ലാബിന്റെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കുള്ളൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് എയ്ഗൺ ഇനി മുതൽ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ വളരെ ഫ്രീ ആയി തന്നെ നമ്മുടെ +2 ഫിസിക്സ് ലാബ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി മക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ഇത് വളരെ സഹായകമാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. സോ മക്കളെ, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോകണം, സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോകണം. ഉറപ്പായിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ കൂടെ തന്നെ എയ്ഗൺ ഉണ്ട്.